ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ന് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി മിഡ് ക്യാപ്പും നിഫ്റ്റി സ്മോൾ ക്യാപ്പും മോർ ദാൻ 1% ഇടിവുണ്ടായി. നിഫ്റ്റി ഇന്ന് ചെറിയ ഒരു 3 പോയിൻറ്റിൻ്റെ ഇടിവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 22,545 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് എന്നാൽ 135 പോയിൻറ്റ്സ് ഉയർന്ന് 48,744 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 565 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 49,137 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 15,157 ക്ലോസ് ചെയ്തപ്പോൾ 252 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 13.30 സെൻസെക്സ് ഇന്ന് 10 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 74,612 ക്ലോസ് ചെയ്തു. FIDI ആക്ടിവിറ്റി ഇന്നത്തെ ഡേറ്റ ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. DII എന്നാൽ ഇന്നലെ കഴിഞ്ഞ ലാസ്റ്റ് വർക്കിംഗ് ഡേയിൽ 331 കോടിയുടെ ബൈ നടത്തിയപ്പോൾ FII വീണ്ടും 3,529 കോടിയുടെ സെല്ലാണ് നടത്തിയത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ശ്രീറാം ഫിനാൻസ് എന്ന 5.18% ഗെയിൻ ഉണ്ടായി. ബജാജ് ഫിൻസർ 2.40%, ബജാജ് ഫിനാൻസ് 2.03%, ഹിൻഡൽകോ 1.78%, സൺഫാർമ 1.76%, JSW സ്റ്റീൽ 1.38%, ടാറ്റ സ്റ്റീൽ 1.26%, നെസ്ലെ ഇന്ത്യ 1.23%, HDFC ബാങ്ക്സ് 0.95%, ആക്സിസ് ബാങ്ക് 0.83% ഗെയിനാണ് ഇന്ന് ഉണ്ടാക്കിയത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അട്രാസെംകോ ഇന്ന് 4.69% ഇടിവുണ്ടായി. ട്രെൻഡ് 3.63%, ബജാജ് ഓട്ടോ 2.65%, ടാറ്റ മോട്ടോഴ്സ് 2.09%, M&M 2.08%, ഹീറോ മോട്ടോകോപ്പ് 1.97%, ബെൽ 1.81%, സിപ്ല 1.70%, BPCL 1.61% ആൻഡ് ഏഷ്യൻ മോട്ടോഴ്സ് 1.40% ഇടിവാണെന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. നിഫ്റ്റി ഈ വർഷത്തെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 22,545 എത്തിയപ്പോൾ 5.05% ലോസാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 22,553 ക്ലോസ് ചെയ്തു, ട്യൂസ്ഡേ 22,547 ക്ലോസ് ചെയ്തു, വെനസ്ഡേ ഇന്നലെ ഹോളിഡേ ആയിരുന്നു, അതുകൊണ്ട് മാർക്കറ്റില്ലായിരുന്നു. ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,545 കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 571 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 2,292 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ വർക്കിംഗ് ഡേയിൽ ഇത് 1,112 കമ്പനികളാണ് ഗ്രീനിൽ ക്ലോസ് ചെയ്യുന്നത്. 1,685 കമ്പനികൾ റെഡിലും ക്ലോസ് ചെയ്തു. സെക്ടർ വൈസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സെക്ടറുകളും നല്ല ഇടിവിലാണ് എന്നുണ്ടായിരുന്നത്. എന്നാൽ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസും നിഫ്റ്റി മെറ്റലും മാത്രം ചെറിയ ഒരു പെർസെൻറ്റിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇന്ന് നിഫ്റ്റി മീഡിയ തന്നെ മോർ ദാൻ 3% ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. നിഫ്റ്റി മീഡിയയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇടിവുണ്ടായ സെക്ടർ. നിഫ്റ്റി ഓട്ടോ ഇന്ന് 21,335 ക്ലോസ് ചെയ്തപ്പോൾ 327 പോയിൻറ്റ്സിൻ്റെ ഇടിവുണ്ടായി. നിഫ്റ്റി IT 184 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 38,946 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് ഇന്ന് 5816 ക്ലോസ് ചെയ്തപ്പോൾ 63 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് എന്ന് 137 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 23,173 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ എന്ന് 22,201 ക്ലോസ് ചെയ്തപ്പോൾ 47 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 52,055 ക്ലോസ് ചെയ്തപ്പോൾ 398 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മെറ്റൽ എന്ന് 41 പോയിൻറ്റ്സ് ഉയർന്ന് 8,334 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 17 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 809 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ എന്ന് 1436 ക്ലോസ് ചെയ്തപ്പോൾ 53 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 359 പോയിൻറ്റ് ഇടിഞ്ഞ് 3659 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 7827 ക്ലോസ് ചെയ്തപ്പോൾ 40 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 12,971 ക്ലോസ് ചെയ്തപ്പോൾ 42 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 9808 ക്ലോസ് ചെയ്തപ്പോൾ 42.15 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഇന്നുണ്ടായിട്ടുള്ളത്. മറ്റുള്ള ഈവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ US എന്ന് കോർ PCE പ്രൈസ് ഇൻഡെക്സ് 28 ഫെബ്രുവരി നാളെ വരുന്നുണ്ട്. ജർമ്മനിയിൽ നിന്ന് CPI ഡേറ്റ നാളെ വരുന്നുണ്ട്. ഇന്ത്യയുടെ ക്വാർട്ടർലി GDP ഡേറ്റ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് നാളെ ഇന്ത്യയിൽ നിന്ന് വരുന്നത്.
ഇന്ത്യയിൽ നിന്ന് USD ഫോറക്സ് റിസർവ് ഡേറ്റ നാളെ വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഓൾ. ബൈ.